സ്റ്റൈലും ലേണിംഗ് നിങ്ങളുടെ സ്വന്തം പ്രിട്ടി മിസ് ആണ്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു അല്ലെ. ഇപ്പോൾ ഇതാ ഓണത്തിന്റെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞു, എക്സാമിന്റെ പേപ്പറൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ മനസ്സിലാവുന്നത് അല്ലേ. നമ്മൾ നല്ലോണം പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതിയിട്ടും എന്താണ് മാർക്ക് ചിലപ്പോൾ കുറഞ്ഞു പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കുറേ പഠിച്ചു എന്നിട്ടും എവിടെയൊക്കെയോ എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ തുടങ്ങുന്ന പല പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അല്ലേ. അത് മാത്രമല്ല, എക്സാമിന് സമയം മര്യാദയ്ക്ക് യൂട്ടിലൈസ് ചെയ്ത് എഴുതാൻ പറ്റാത്ത പോയവരുണ്ടാകും. ഏത് പാഠമായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതെന്ന് അറിയാതെ പോയവരുണ്ടാകും. ഇനി പല വിഷയങ്ങൾ, ഓരോ വിഷയത്തിന് ഇപ്പൊ ചില വിഷയത്തിന് നല്ല മാർക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള വിഷയത്തിന് നല്ല മാർക്ക് കുറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടാകും, അങ്ങനെയുള്ളവരും ഉണ്ടാകും. മാർക്ക് ഇതിലൊക്കെ കൂടെ ഒരു വലിയ പ്രശ്നവുമാണ് അല്ലേ. ഇതാണോ നിങ്ങളുടെ പ്രശ്നം? ഇതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അതിനൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. നിങ്ങളിപ്പോൾ ഏത് സബ്ജക്റ്റ് എടുത്താലും പ്രധാനമായിട്ട് വരുന്ന പ്രശ്നങ്ങളാണ് മിസ് ഈ പറഞ്ഞിട്ടുള്ളത്. ഇനി അങ്ങോട്ട് ഇപ്പോൾ ഓണപരീക്ഷയുടെ പേപ്പറൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടി എവിടെയാണ് എനിക്ക് മാർക്ക് കുറഞ്ഞത്, ഞാൻ എങ്ങനെ പഠിക്കാതിരുന്നുകൊണ്ടാണ് എനിക്ക് ആ ഒരു മാർക്ക് കുറഞ്ഞതെന്നുള്ളത് അല്ലേ. A+ നഷ്ടമായ കുട്ടികളുണ്ടാകും, അതല്ലെങ്കിൽ പകുതിയിൽ താഴെ മാർക്ക് വന്നിട്ടുള്ള കുട്ടികളുണ്ടാകും. ഇത് ഏത് കാറ്റഗറിയിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങൾക്ക് ഇനി വേണ്ടത്, അല്ലെങ്കിൽ ഈ വരുന്ന 2 മാസം കൊണ്ട് ക്രിസ്മസ് എക്സാമിന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ മാറ്റി തീർക്കാനുള്ള ബെസ്റ്റ് ടിപ്പോ ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അതിനുള്ള വഴികളാണ് മിസ് തരാൻ പോകുന്നത്. അപ്പം എല്ലാ മക്കളും ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണും, നിങ്ങൾക്ക് ഇത് വളരെയധികം ബെനിഫിഷ്യൽ ആയിരിക്കും. ഒന്നാമത്തേത് സമയം ക്രമീകരിക്കുക. നമ്മുടെ ടൈം ഏത് രീതിയിൽ പോകണമെന്ന്, നമ്മുടെ അടുത്ത് ഒരു ക്ലോക്ക് അല്ലെങ്കിൽ വാച്ച് എന്തായാലും ഉണ്ടാകണം. അത് വെച്ച് നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾ ഏത് ലെവലിലുള്ള കുട്ടികളാണെങ്കിലും, നല്ലോണം നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റിന് ആദ്യം പ്രയോറിറ്റി കൊടുത്ത് അതിനനുസരിച്ച് സമയത്തെ ക്രമീകരിക്കുക. ആ ഓരോ ടൈമിൽ നിങ്ങൾ മോർണിംഗ് ആണ് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരെങ്കിൽ മോർണിംഗ് കുറച്ച് നേരത്തെ എണീറ്റ് പഠിക്കുക. ആ സമയം നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങണം. ഉറക്കം ഒഴിവാക്കിക്കൊണ്ട് പഠിക്കാൻ പാടില്ല. ഉറക്കം അതിൻ്റെ ക്രമത്തിൽ തന്നെ 6-7 മണിക്കൂറാണ് ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം നിങ്ങൾ എന്ത് ചെയ്യുക, രാവിലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ പഠിക്കുക. ഇനി രാത്രിയാണ് പഠിക്കാൻ ഇഷ്ടമുള്ളവർ രാത്രി നല്ലോണം ഇരുന്ന് വായിക്കുക. ആ നിശബ്ദമായ സമയത്ത് തന്നെ നല്ലോണം ടെക്സ്റ്റ് വായിച്ച് ഷോർട്ട് നോട്ടൊക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ മാത്സ് ഒക്കെയാണ് അതിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തിട്ട്, ഇപ്പോൾ ബയോളജിൻ്റെ കേസ് ആണെങ്കിൽ നിങ്ങൾ ചെറിയ ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി എന്ത് ചെയ്യുക, പഠിക്കുക. അതുപോലെ സമയം ക്രമീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഇനി അങ്ങോട്ടുള്ള സമയം വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് സമയം ക്രമീകരിച്ച് പഠിക്കാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തേത്, ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുക. മിസ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഏത് സബ്ജക്റ്റാണ് ബുദ്ധിമുട്ട്, ആ സബ്ജക്റ്റ് ആദ്യം നിങ്ങൾ ഫ്രഷ് ആയിട്ട് പഠിക്കാനിരിക്കുമ്പോൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫസ്റ്റ് ആ സബ്ജക്റ്റ് പഠിക്കുക. ഇനി നിങ്ങളൊരു സബ്ജക്റ്റ് എടുത്തു, നിങ്ങൾ ബയോളജി എടുത്തെങ്കിൽ നമുക്ക് ഇനി ഇമ്പോർട്ടൻസ് ഉള്ളത് ഏതാണ്, ക്രിസ്മസ് എക്സാമിലേക്ക് വരുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ആ ചാപ്റ്റർ ആദ്യം തന്നെ പഠിച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഓണപരീക്ഷയുടെ ചാപ്റ്റർ എന്ത് ചെയ്യുക, കൂടെ തന്നെ റിവൈസ് ചെയ്യാനും ശ്രദ്ധിക്കുക. അതുകൊണ്ട് ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങൾക്ക് കൂടുതൽ സമയം കൊടുത്ത് അത് കുറച്ചുകൂടെ നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് പ്രോബ്ലം ഒക്കെ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തേത്, ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക. ബയോളജീൻ്റെ കേസിൽ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റിൻ്റെ കേസിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. മിസ് പഠിച്ച രീതിയിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. മിസ് ഇപ്പം ചെറിയ ക്ലാസ്സിലാണെങ്കിലും ഡിഗ്രി PG പഠിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ തന്നെ ഈ ടൈമിൽ മുഴുവനും എന്താ ചെയ്തത്, ഈ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി പഠിച്ചത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ ഹെഡിങ് കൊടുക്കുക, സൈഡ് ഹെഡിങ് കൊടുക്കുക, അതിൽ ടോപ്പിക് എഴുതുക, വീണ്ടും സൈഡ് ഹെഡിങ് കൊടുക്കുക, ടോപ്പിക് എഴുതി ചെറിയ ചെറിയ പോയിന്റ്സ്, വലിയ പാരഗ്രാഫ് ഒന്നും എഴുതണ്ട, ചെറിയ ചെറിയ ഷോർട്ട് നോട്ടുകൾ പോലെ ഇതിൽ കാണുന്ന പോലെ പോയിന്റ് ഔട്ട് ചെയ്ത് നോട്ട്സ് ഉണ്ടാക്കുക. ചെറിയ ക്യാപ്സ്യൂൾ നോട്ടുകൾ ഉണ്ടാക്കി പഠിച്ചാൽ അത് വലിയ ബെസ്റ്റ് മെത്തേഡ് ആയിരിക്കും. ഇനി അങ്ങോട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കാം. ഇനി നാലാമത്തേത്, റിപ്പീറ്റ് ആൻഡ് റിവൈസ് എന്നുള്ളതാണ്. അപ്പം ഇത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ്. നമ്മൾ ഇനി അങ്ങോട്ട് അടുത്ത പുതിയ ചാപ്റ്ററുകൾ പഠിക്കാൻ തുടങ്ങിയാൽ കൂടെ ഓണപരീക്ഷയുടെ ചാപ്റ്റർ ഇടയ്ക്കെപ്പോഴേലും ഒന്ന് റിവൈസ് ചെയ്ത് തന്നെ പോകണം. രണ്ടാമത്തെ കാര്യം, ഇപ്പം നമ്മൾ അടുത്തൊരു പുതിയ ചാപ്റ്റർ ഇപ്പോൾ പഠിച്ചു തുടങ്ങി. ആ ചാപ്റ്റർ എന്ത് ചെയ്യണം, ഇന്ന് നമ്മൾ ക്ലാസ് കേട്ടിട്ടുണ്ടെങ്കിൽ അത് അന്ന് തന്നെ ഒന്ന് ടെക്സ്റ്റ് വായിക്കുക. പിറ്റേ ദിവസം നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആവുന്നത് ആ ടൈമിൽ എന്ത് ചെയ്യുക, ചെറിയൊരു നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്ത് അതൊന്നും കൂടെ ഒന്ന് വായിച്ച് നോക്കാം. പിന്നെ ഒരു അടുത്ത ആഴ്ച അല്ലെങ്കിൽ വീക്കെൻഡ് ആവുമ്പോൾ സൺഡേയിൽ നിങ്ങൾ എത്തുന്ന സമയത്താണെങ്കിൽ ആ സൺഡേയുടെ ടൈമിലാവുമ്പോൾ നിങ്ങൾ അതൊന്നും കൂടെ പാരഗ്രാഫ് മൊത്തം വായിച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാക്കി ആ ഒരു ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കാം. ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കുന്നത്
ഏറ്റവും ഗുണമുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ ബ്രെയിനിൻ്റെ മെമ്മറി കൂട്ടാനും പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ എത്ര പഠിച്ചിട്ടും ഓർമ്മയിൽ നിൽക്കാത്ത കുട്ടികൾക്ക് ഒരു ബെസ്റ്റ് മെത്തേഡാണ് റിപ്പീറ്റ് റിവൈസ് എന്നുള്ളതും ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും. ഒട്ടും പഠിക്കാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് മാത്രമെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ ബാക്കി പഴയ കോൺസെപ്റ്റുകൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും ഉണ്ടാക്കി പഠിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തേത് എനിക്ക് ഏറ്റവും കൂടുതൽ നിങ്ങളോട് പറയാനുള്ളത്, ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക്. അല്ലേ, ഒരു ബ്രേക്ക് എടുക്കാം. നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയം ഒരു 45 മിനിറ്റ് നിങ്ങൾ ബയോളജി പഠിക്കാനെടുത്തെങ്കിൽ ആ ഒരു 25 മിനിറ്റോളം നിങ്ങൾ പഠിച്ചിട്ട് ചെറിയ 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. എന്നിട്ട് വീണ്ടും അടുത്ത 45 മിനിറ്റിലേക്ക് കിടക്കുക. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് വേണം പഠിക്കാൻ. കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കരുത്. ഇടയ്ക്ക് എണീറ്റൊക്കെ നടക്കുക, ഇടയ്ക്ക് എഴുതി പഠിക്കുക, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് സംസാരിച്ച് അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കേട്ടോ? അപ്പം ഈ ഒരു മെത്തേഡിൽ ഫോളോ ചെയ്തുകൊണ്ട് ഇനിയുള്ള പ്ലാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നമുക്ക് എല്ലാ കുറവുകളും നികത്തി, ഓണപരീക്ഷയിൽ പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് എല്ലാം നികത്തി എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കാം. എല്ലാ സബ്ജക്റ്റും ഇതുപോലെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. See you soon in the next video and waiting for you. Bye bye.